ഈ സംഭവം എന്താ പറയുമോ, നിങ്ങൾ രണ്ടാൾ ഫോൺ എടുക്കി. അതായത് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഒരു സാധനത്തെ കുറിച്ചാണ് ചോദിക്കണേ. നോക്കുന്നിടത്തൊക്കെ അതാണെന്നാണ്. നിങ്ങളടുത്ത് രണ്ടാളടുത്ത് നോക്കുന്നിടത്തൊക്കെ അതാകണല്ലോ, അതാണ് നിയമം. നമ്മളൊക്കെ ഏകദേശം ഒരു ഗ്രൂപ്പിലൊക്കെ തന്നെയാണല്ലോ. അപ്പോ വെറുതെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാല്, പിന്നെ അതേപോലെ വാട്സപ്പ് നോക്കിയാൽ, FB നോക്കിയാൽ എല്ലാം അതാണ്. അതെന്താണെന്നാണ് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത്. അപ്പൊ ആ ചോദ്യം സ്വാഭാവികമായിട്ട് കുറെ ആളുകളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളൊക്കെ അത് പൊതുവെ അറിയാൻ സാധ്യതയുണ്ട്. ഇയാളെ നമ്മളൊന്ന് അല്ല, ഞാൻ ക്ലൂ പറയാ. നിങ്ങൾ അന്നത്തെ പോസ്റ്റ് കുറച്ചു മുമ്പ് അതാണ് പോസ്റ്റ് ഇട്ട്. അപ്പോ ധർമ്മസമര സംഗമത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അല്ലേ? അതെ, ഒന്നുമില്ല. അതായത് ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ധർമ്മസമര സംഗമം എന്താണ്, ടൈറ്റിൽ ഇങ്ങനെ കാണുന്നുണ്ട് എല്ലായിടത്തും. അപ്പൊ നമ്മളൊരു സഹപ്രവർത്തക ചോദിച്ചാണ്, എന്താണ് പക്ഷേ ധർമ്മസമര സംഗമം എന്താണെന്ന്. അപ്പോ വേണമെങ്കിൽ അത് എന്ത് ചെയ്യാമെന്ന് പറയാം. നമ്മള് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുകയാണല്ലോ. അതിന് മുന്നോടിയായിട്ട് എല്ലാ നാട്ടിലും ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പ്രശ്നങ്ങൾ, കുറെ വാർത്തകൾ, കുറെ ന്യൂസ് ഇങ്ങനെ എല്ലാവരുടെയും ബ്രെയിനിൽ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇതൊക്കെ എന്താണ് പരിഹാരം എന്ന് പലപ്പോഴും പലരും കേൾക്കണില്ല. അപ്പൊ എല്ലാവരും കേൾപ്പിക്കുക, നാടൊട്ടുക്കും എന്ത് ചെയ്യുക, പരിഹാരം കേൾപ്പിക്കുക. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നിട്ട് കൊടുത്തിട്ട് പരിഹാരം മൊത്തത്തിൽ നാടൊന്നിച്ച് ചർച്ച ചെയ്യുക. അവിടെയുള്ള ജനപ്രതിനിധികളും അവിടെയുള്ള നാട്ടിലെ സ്കൂളും മാഷന്മാരും കുട്ടികളും മുതിർന്നവരും കുടുംബവും ഒക്കെ ഒന്നിച്ചിരുന്ന് ഒരു നാട്ടിൽ ഒരുമിച്ചിരുന്ന് ഒരു ധർമ്മസമര സംഗമം, ഒരു ധാർമ്മികത വെച്ചുകൊണ്ട് കറക്റ്റ് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. അത് പിന്നെ ഇപ്പോൾ ഷമീൽ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ പറയാന്നുള്ളത് എനിക്ക് തോന്നുന്നു താമരശ്ശേരി ഇഷ്യൂവിന് ശേഷമാണ് കൂടുതലായി കുറേ ഇഷ്യൂസ് തുടർച്ചയായി വരികയും ചെയ്തു. ആളുകളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടേനും എല്ലാവരും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തരം പേടിയല്ലാതെ ഭയങ്കര ഭയമാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ അധ്യാപകരുടെ ഒക്കെ ഉള്ളിൽ എന്തുണ്ട്, ഭയമുണ്ട്. വിദ്യാർത്ഥികളെക്കുറിച്ച്, വളർന്നു വരുന്ന തലമുറകളെക്കുറിച്ച്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു വലിയ ലഹരി വേട്ട നടത്തി. അവിടെ നമ്മൾ പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും വന്നത്. പലതരത്തിലുള്ള ലഹരി, അക്രമവാസന, അത് നമ്മൾ കുറേ സിനിമയെന്ന് പറഞ്ഞു, അതാണെന്ന് പറഞ്ഞു, ഇതാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മൊത്തത്തിൽ പുതിയ തലമുറയുടെ മനോഭാവത്തിൽ ജീവിതത്തെ എങ്ങനെ അവർ നോക്കിക്കാണുന്നു എന്നതിൽ വലിയൊരു വീക്ഷണ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും ഷമീൽ പറഞ്ഞ പോലെ ഈ പരാതികളാണ് പറയുന്നത്. അത് എന്താണ് അതിൻ്റെ ഒരു ശരിയായ പരിഹാരം എന്നത് ആളുകളിലേക്ക് എത്തുന്നില്ല. അത് ഈ ധർമ്മസമര സംഗമത്തിലൂടെ നിർവഹിക്കപ്പെടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് വാർഡ് മെമ്പർ, സ്കൂളിലെ ഹെഡ്മാഷ്, നാട്ടിലെ ക്ലബിൻ്റെ ആളുകൾ, പൗരപ്രധാനികൾ, ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ അതിൽ കൺവേ ചെയ്യപ്പെടാനുണ്ട്. തീർച്ചയായും കറക്റ്റ് കൺവേ ചെയ്യപ്പെടാനുണ്ട്. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 ഇപ്പം എനിക്ക് കൂറ്റനാടാണ് പരിപാടി. അപ്പം നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ അസ്ഹർ ആണല്ലോ എൻ്റെ ആള്. അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പൾസ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച്, അവിടേക്ക് വേണ്ട ഒരു മൊഡ്യൂളാണല്ലോ മൊത്തം ഇങ്ങനെ ഓരോരുത്തരുള്ള സ്ഥലത്തേക്ക് അവിടുത്തെ ഒരു പരിപ്രേക്ഷ്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ധർമ്മസമര സംഗമം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് മെയ് 11 കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണയിലാണ് കോൺഫറൻസ്. ഇപ്പോൾ ഒരു 6 മണിക്കൂറിന്റെ പരിപാടി അല്ലേ ഷമീലെ? 6 മണിക്കൂറിന്റെ പരിപാടി, അത് അത്രയും പ്ലാൻഡായ പരിപാടി ആയിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ മെയ് 11 പെരിന്തൽമണ്ണയിൽ ആ ഒരു ഡേയിലൊരു വലിയ മൂവ്മെന്റ് നടക്കുന്നു. അതോടൊപ്പം അതിന്റെ തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ ആ സമ്മേളന നഗരിൽ തന്നെ ഒട്ടേറെ വൈവിധ്യമാർന്ന ആക്ടിവിറ്റികളും മറ്റൊക്കെ ആയിട്ട് പ്രോഗ്രാം ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത, എന്നാൽ ജീവിതത്തിന്റെ കറക്റ്റ് ഒരു വീക്ഷണം, നേരത്തെ പറഞ്ഞ പോലെ ഒരു ശരിയായ വീക്ഷണം കിട്ടുന്ന ഒരുപാട് ഇവന്റുകളൊക്കെ വരാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും സന്ദർശിക്കാൻ പറ്റാവുന്ന ഒരു വലിയ സംരംഭമാണ് ഇൻഷാ അല്ലാഹ് സമ്മേളനത്തിന്റെ മുന്നോടിയായി വരാനിരിക്കുന്നത്.